അതിജീവിച്ച കോട്ടയം സ്വദേശി ഡോക്ടർ സണ്ണി സാമുവൽ ഇപ്പോൾ എല്ലാത്തിനും നന്ദി പറയുന്നത് ദൈവത്തിനോട്. ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ തനിക്ക് തുണയായത് കൃത്യമായ പരിശോധനകളും മരുന്നുകളുമെന്നും ഡോക്ടർ സണ്ണി പറയുന്നു. ഡോക്ടർ സണ്ണി സാമുവലിന് ഇത് രണ്ടാം ജന്മം. 47 വർഷക്കാലം കെനിയയിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്ന സണ്ണി സാമുവലിന്റെ ജീവിതം ഒട്ടേറെ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപകടങ്ങളും മറ്റുമായി പലതവണ മരണത്തെ മുഖാമുഖം കണ്ട ഡോക്ടറെ 17 വർഷം മുമ്പ് ക്യാൻസർ ശരിക്കുമെന്ന് വിറപ്പിച്ചു. അമേരിക്കയിൽ പഠിക്കുകയായിരുന്ന മകനെ കാണാനെത്തിയ ഡോക്ടർ യാദൃച്ഛികമായി നടത്തിയ പരിശോധനയിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്തിയത്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് അപ്പോൾ സാധിക്കാതിരുന്നതിനാൽ മുംബൈയിലേക്ക് വിമാനം കയറി. ആഴ്ചകൾ നീണ്ട ചികിത്സകൾക്കൊടുവിൽ രോഗവിമുക്തനായി. എന്നാൽ രോഗത്തെക്കുറിച്ച് മറന്നു തുടങ്ങിയപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശരീരത്ത് ചില ഓർമ്മപ്പെടുത്തലുകൾ. പരിശോധനയിൽ വീണ്ടും രോഗം കണ്ടെത്തി. പിന്നീടുള്ള ചികിത്സയെല്ലാം നാട്ടിലായിരുന്നു. ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഞാൻ 20 എണ്ണം എടുത്തു. ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റിന് 13,000 രൂപ. അങ്ങനെ എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് സാർ പറഞ്ഞു യു ഹാവ് ടു ഡു ഓൾസോ റേഡിയേഷൻ തെറപ്പി എടുക്കണം. ഇപ്പോൾ പൂർണ്ണമായും അർബുദ രോഗികളെ സഹായിക്കാനുള്ള ഉദ്യമങ്ങളിലാണ്. സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്നതിന് പുറമെ ഡോക്ടർ എന്ന നിലയിൽ ചില ഉപദേശങ്ങളും രോഗികൾക്ക് നൽകുന്നു. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. 40 വയസ്സ് കഴിഞ്ഞ ഏത് പുരുഷനും ഈ PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്ന യൂറോളജിസ്റ്റിനെ കണ്ടിരിക്കണം. അതാണ് എനിക്ക് ഇപ്പൊ തരാനുള്ളൊരു മെസ്സേജ്. പാരമ്പര്യവും മാറുന്ന ഭക്ഷണശൈലികളുമാണ് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും രോഗത്തിനിടയാക്കും. ക്യാൻസറിനെ ഭയപ്പെടുകയല്ല, മറിച്ച് കീഴടക്കുകയാണ് വേണ്ടതെന്ന് സ്വന്തം അനുഭവത്തെ സാക്ഷിയാക്കി ഡോക്ടർ സണ്ണി സാമുവൽ വ്യക്തമാക്കുന്നു. മനോരമ ന്യൂസ്, കോട്ടയം. നാം ആരുടെ കരങ്ങളിലാണ് ഇന്ന് കഴിയുന്നത്? എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും വേദപുസ്തക ചിന്തകളുമാണ് നിങ്ങളോടൊപ്പം ഇന്ന് ചിന്തിക്കുവാനും പങ്കിടുവാനും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 47 വർഷത്തെ ആഫ്രിക്കയിലെ കെനിയ എന്ന സുന്ദര ശീതളമായ രാജ്യത്ത് ഔദ്യോഗിക മെഡിക്കൽ രംഗത്തും മറ്റ് ജീവിത മേഖലകളിലും പ്രവർത്തിച്ച് ഭാഗികമായി തിരികെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന, മനസ്സിൽ ലാളിച്ചുകൊണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു ഗ്രന്ഥം എഴുതുക എന്നുള്ളത്. അത് എൻ്റെ ബാല്യം, കുടുംബ ചരിത്രം, ഔദ്യോഗിക ജീവിതം കെനിയയിൽ, അതുപോലെ വിദേശ യാത്രകൾ, അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിചിന്തനങ്ങൾ, പിന്നെ വേദപുസ്തകപരമായ ചില വിചിന്തനങ്ങൾ, പിന്നെ ആനുകാലികമായിട്ടുള്ള ചില സബ്ജക്റ്റുകളെ ആധാരമാക്കിയുള്ള ഒരു 38-ൽ പരം വരുന്ന ലേഖനങ്ങളാണ് ഞാൻ ഈ ബുക്കിൽ കൂടി ഞാൻ പ്രസിദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ ഡോക്ടർ സണ്ണി സാമുവൽ എന്ന ഈ വ്യക്തി ഒരു നാണയമാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ അതിൻ്റെ ഒരു വശം മാത്രമേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. മറ്റേ വശം കണ്ടിട്ടുള്ള വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന എൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളുടെയും വൈതരണികളുടെയും പ്രതിസന്ധികളുടെയും രോഗാവസ്ഥകളുടെയും നടുവിൽ ദൈവം ഏതുവിധം കാത്തു സൂക്ഷിച്ചു എന്നും, അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വേണ്ട സഹായങ്ങൾ തരാൻ കഴിവുള്ള ഒരു കർത്താവാണ് ഇന്നും ജീവിക്കുക എന്നുള്ള ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാക്യം 8:22 യേശു ശിഷ്യന്മാരുമായി പടയിൽ കയറി അക്കരയ്ക്ക് പോയി എന്ന് പറയുന്നു. അവസാനം യേശു തിരികെ ഒരു പോകുന്ന വഴിയിൽ ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ പോയി ദൈവം തൊട്ട് സുഖമാക്കുക ചെയ്യുന്നു. അവന് സുഖമായിട്ട് സുബോധം വീണ്ട് അവന് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന കഥ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഈ മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരു സർവശക്തനായ സർവേശ്വരനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിത അനുഭവങ്ങളും ചില പ്രത്യേക സാക്ഷ്യങ്ങളും പാഠങ്ങളും ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടപ്പുകളും പ്രതിസന്ധികളുടെ ഇടപെടലുകളും ഏറെയാണ്. ജീവിതത്തിൽ മൺമറിഞ്ഞതും മറക്കാനാവാത്തതുമായ ഒത്തിരി അനുസ്മരണങ്ങൾ നമുക്ക് എല്ലാവരുടെയും അനുഭവത്തിൽ ഉണ്ടല്ലോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഉദാഹരണമായിട്ട് ഒന്ന്
കെനിയയിലെ ഉള്ള റോഡിൽ ഹൈവേയിൽ കൂടി പോകുമ്പോൾ കള്ളന്മാരെന്നെ ഒരു കത്തിയുടെ മുനയിൽ പിടിച്ച് നിർത്തി. എനിക്കൊരു പഞ്ചറുണ്ടായിരുന്നു, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് അതിന് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ അടുക്ക് വന്ന് 3 പേര് ഇരുന്നു. അപ്പം ഇവിടെ ഉള്ള എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിച്ചു കാണും ഇവർ നമ്മളെ സഹായിക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ഒരു കത്തി കാണിച്ച് എന്നെ മുൾമുനയിൽ നിർത്തിയിട്ടാണ്. അന്ന് ഞാൻ കെനിയയിൽ ചെന്നിട്ട് 40 വർഷമേ ആയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഭാഷകളും ഒന്നും ഞാൻ ഒന്ന് വശമാക്കിയിരുന്നില്ല. അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിൽ ഉള്ള വെല്ലുവിളികൾ ചെയ്യണമെന്ന് ഞാൻ ആ സമയത്ത് എനിക്ക് ഇടപെടാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴത്തെ സമയത്ത് ഞാൻ അവിടുത്തെ 26 ഭാഷകളിൽ 3 എണ്ണം ഞാൻ ശരിയായി കൈകാര്യം ചെയ്യും. ഒരു ഭാഷയിൽ ഞാൻ അവിടുത്തെ രാഷ്ട്രീയമായിട്ട് 1 മണിക്കൂറൊക്കെ എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവം, അവിടുത്തെ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ അവരെൻ്റെ കയ്യിൽ നിന്നുള്ള സൂട്ട് കേസും ഒരു പാസ്പോർട്ടും അവരെ പണവും എല്ലാമായിട്ട് അവർ അടുത്തുള്ള ചെറിയ കാടിനിടയിലിട്ട് അവരൊന്ന് അപ്രത്യക്ഷരായി. പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ശ്രമഫലമായിട്ട് തപ്പി നോക്കിയപ്പോൾ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻറ്റ്സും തിരിച്ചു കിട്ടി. പക്ഷേ പൈസയും ഒക്കെ ആയിട്ട് അവരങ്ങനെ പോയി. അവിടെയും ദൈവം എൻ്റെ തുണയായിരുന്നു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള യാതൊരു അനുഭവങ്ങളും ഉണ്ടായില്ല. 2, ഞാൻ ചെറുപ്പകാലത്ത് 10ാം വയസ്സിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അത് അന്ന് മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയമാണ്. എനിക്ക് നിലയില്ല. ആ സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു കിണറ്റിലോട്ട് ഊരിണ്ട് പോയി. അപ്പോൾ ആ സമയത്ത് പരിസരവാസികളൊന്നും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അവർ പ്രാർത്ഥനായോഗങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ വളരെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഒരു അമ്മച്ചി വന്ന് കിണറ്റിലോട്ട് എടുത്തു ചാടി എന്നെ പൊക്കി നിർത്തി. ആ അമ്മച്ചിക്ക് കഴുത്തറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ പൊക്കി നിർത്തി. പിന്നെ നാട്ടുകാരും മറ്റുള്ള ശാസ്ത്രക്കാരും സുഹൃത്തുക്കളും ഒക്കെ വന്ന് എന്നെ ആദ്യം ഏണി വഴി മുകളിൽ കയറ്റി. അത് കഴിഞ്ഞ് അമ്മച്ചിയും കയറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം അസ്വസ്ഥനായിട്ടിരുന്നു. ഒരുപാട് വെള്ളം കുടിച്ചു. അറിയാമല്ലോ, പൊട്ടക്കിണറ്റിലെ വെള്ളം കുടിച്ചാൽ നമുക്ക് വയറ്റുവെക്കവും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും മുങ്ങിപ്പോകാതെ ദൈവം എന്നെ കാത്തു. പക്ഷെങ്കിൽ ആ ഒരു അനുഭവത്തിൽ ഈ പ്രിയപ്പെട്ട ചേട്ടത്തിയെ പേപ്പട്ടി കഴിച്ച് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു സമയമായപ്പോൾ അവരെ കാലിൽ കെട്ടിയിട്ട് ഉള്ള ശുശ്രൂഷകൾ അവർ നടത്തുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ പ്രിയപ്പെട്ട ചേട്ടത്തിയെ കാണാനായിട്ട് ഞാനൊന്ന് പോയി. ഉച്ചയിൽ എന്നെ വിളിച്ചു, മോനെ എൻ്റെ അടുക്ക വന്നിരിക്കാമോ, സ്വല്പ സമയം സംസാരിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ പേപ്പട്ടി വിഷ ബാധിച്ച ആ അമ്മച്ചിയുടെ അടുക്കിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല. തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി പണയം വെച്ച ആ അമ്മച്ചിക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ആ അമ്മച്ചി മരണം വരിച്ചു. ഇതുപോലുള്ള അനുഭവങ്ങൾ വരുന്നത് നമുക്ക് ദൈവം നമ്മളെ രക്ഷിക്കുന്നതിനിടയിലും കോൺട്രഡിക്ഷനായിട്ട് വേറൊരു സ്ഥലത്ത് ചില അനുഭവങ്ങൾ വരുന്നത് എൻ്റെ ഉത്തരം നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. 3ാമത് ഞാൻ പമ്പയാറ്റിലെ ഒരു കയത്തിൽ പോയി വീണു. ഒരു സന്ധ്യാ സമയത്ത്. എനിക്കത് 12 വയസ്സ് പ്രായം. ഏതോ ഒരാൾ എന്നെ വന്ന് ആറ്റിൽ നിന്ന് വലിച്ചു പൊക്കി മണപ്പുറത്തിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ വെള്ളം കുടിക്കുന്ന ശ്വാസോച്ഛ്വാസമൊക്കെ നടത്തി അയാളും വേറെ ചിലരും കൂടി ശരിപ്പെടുത്തി വീട്ടിൽ കൊണ്ടാക്കി. എൻ്റെ അമ്മച്ചിയോട് ആ വിവരം പറഞ്ഞില്ല ആദ്യം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ആള് നമ്മുടെ അടുത്തുള്ള ഒരു ചുമട്ടുകാരനാണ്. ചുമട്ടുകാരന് ഈ ഒരു സമയത്ത് ദൂതനെ പോലെ കടന്നു വന്ന് എനിക്ക് രക്ഷപ്പെടുന്നു. അവിടെയും ഒരു ഐറണി ഉണ്ടായത്, ഈ ആള് ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ 2 കാലും മുറിച്ച് അവന് കുറേ നാൾ അവിടെ കിടന്ന് മരിച്ചുപോയി. ഒരു ഭാര്യയും 2 പെൺമക്കളെ മാത്രം ശേഷിച്ച് അവൻ കടന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചു തീരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു ഈ സ്ത്രീക്കും ക്യാൻസർ വന്ന് അവളും ലോകത്തിൽ നിന്ന് കടന്നുപോയി. 2 പ്രായമായ പെൺകുട്ടികളെ മാത്രം അനാഥരെ പോലെ. ഞാൻ സാമ്പത്തികമായിട്ട് നല്ല, എൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബവും സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഉണ്ടായിരുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കുറേ നാളത്തേക്ക് ഉപേക്ഷിച്ച്
ഈ 2 പെൺകുട്ടികളെയും ഞാൻ ആഭരണങ്ങൾ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവരെന്നും സൗഖ്യമായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ താമസിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവം നമ്മൾ വിചാരിക്കുന്നതാണ്, പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ വേറെ. ദൈവത്തിൻ്റെ പദ്ധതിയിലൊക്കെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സത്യം നമ്മെ സമയത്ത് ഓർക്കരുത്. ഇനിയുള്ളത് എനിക്ക് പറയാനുള്ളത്, ഞാൻ കാർ അപകടത്തിൽ 4 തവണ മരണക്കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ്. പിന്നെയുള്ള 3 അപകടങ്ങൾ നടന്നിരിക്കുന്ന കെനിയയിൽ വെച്ചാണ്. അപ്പോൾ അത് ഒരു അപകടത്തിന് കാറ് ഒരു തിട്ടേ പോയി ഇടിച്ച് തിരിഞ്ഞ് മറിഞ്ഞ് വീല് 4 മുകളിൽ ഇരിക്കുക. ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ ഒരു ബന്ധുവുണ്ട്, എൻ്റെ മകളുണ്ട്. എനിക്ക് അതൊന്നും പറ്റിയില്ല. കാറ് എൻ്റെ വീല് 4 മുകളിലാണ്, ഒരു ഫിയറ്റ് കാറ്. പിന്നെ എൻ്റെ മകൾക്കും ഒന്നും പറ്റിയില്ല. എൻ്റെ വൈഫിൻ്റെ നെഞ്ചത്ത് ഈ കണ്ണാടിയെല്ലാം കൂടെ പൊട്ടിയുള്ള മുറിവുകൾ എല്ലാം ഉണ്ട്. ഇപ്പോഴും എൻ്റെ പാടുകൾ നെഞ്ചത്ത് കാണാം. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ആ കാർ തന്നെ നാട്ടുകാർ പൊക്കി തന്നു. അത് തന്നെ ഞാൻ ഓടിച്ച് നേരബിലുള്ള ഹോസ്പിറ്റലിൽ പോയി എൻ്റെ വൈഫിനും മറ്റുള്ളവർക്കുള്ള ശുശ്രൂഷകൾ നടത്തി ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞുള്ള 2 അപകടങ്ങൾ ഒരെണ്ണം പറയാതിരിക്കാൻ പറ്റുകയില്ല. 1985 എൻ്റെ കാറും ആയിട്ട് ഒരു ലോറി, ഭയങ്കരമായ മണ്ണടിക്കുന്ന ഒരു ലോറി വന്ന് എന്നെ ഡയറക്റ്റായിട്ട് ഹൈവേയിൽ ഇടിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പുതിയ ടൊയോട്ട കാറ്, അങ്ങനെ ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്നു. അവനെ തെറിച്ചു പോയി, അവൻ്റെ ഇടത്തെ കാലൊടിഞ്ഞു. ഞാൻ ഇടി കഴിഞ്ഞതോടുകൂടി എനിക്ക് എൻ്റെ നെഞ്ചിൻ്റെ അവിടെ വരെ വന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ അതോടുകൂടി തീർന്നു പോയിട്ടില്ല. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് എഞ്ചിൻ്റെ അവിടെ വരെ വന്ന് എഞ്ചിനെല്ലാം കൂടെ വന്ന് നമ്മുടെ നെഞ്ചത്തോട്ട് ഇരിക്കുന്ന രീതിയിലായി. ഞാനിങ്ങനെ വെറുതെ കണ്ണ് വെച്ച് നോക്കിയപ്പം എൻ്റെ കാലിൻ്റെ ഒരു പീസ് ഷൂസിനകത്തിരിക്കുന്നത് എനിക്ക് കാണാം. പിന്നെ തലയിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് രക്തം ഒലിക്കുന്നു. പക്ഷേ എൻ്റെ ശക്തി ഞാൻ നശിച്ചില്ല. ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി. എൻ്റെ പുറകെ വന്ന കാറുകളിലൊക്കെ അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് ആംബുലൻസ് വരുത്തി നേരവിലുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ICUവിലാക്കി. ആ സ്ഥലത്ത് ഞാനൊരു 10 ദിവസം ICUവിൽ കഴിഞ്ഞു. 3 ഡോക്ടർമാർ എൻ്റെ തലയിലും 3 ഡോക്ടർമാർ എൻ്റെ കാലിലും ഒക്കെ ശസ്ത്രക്രിയകൾ നടത്തി. എൻ്റെ വലത്തെ കാല് 3ആയിട്ട് ഒടിഞ്ഞിരുന്നു. അത് ഇപ്പോഴും അതിൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞ 1985 മുതൽ ഇപ്പോഴും ആ പ്ലേറ്റ് എൻ്റെ കാലിലുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 വർഷം ഞാൻ ക്രച്ചസിലായിരുന്നു. വടികൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് ഡോക്ടർമാരെല്ലാം എന്നെ ഒരു വിധത്തിൽ ഉപേക്ഷിച്ചതാണ് ആ ആക്സിഡൻറ്റിൽ. പക്ഷേങ്കിൽ നമുക്ക് ആയുസ് തരുന്നതായിട്ട് ദൈവം തമ്പുരാന് എന്നെ അവിടെയും കാത്തു സൂക്ഷിക്കും. അപ്പോൾ ഇത്ര അപകടങ്ങളിൽ നിന്നൊക്കെ എല്ലാം രക്ഷ നേട്ടി എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പച്ചപ്പ് പോലെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇടിവെട്ടേറ്റതുപോലെയുള്ള വേറെ അനുഭവം ഉണ്ടായത്. ഞങ്ങളുടെ ഒരു ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ഈ 47 വർഷം കെനിയയിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശീതളമായ കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഓടി നടക്കുന്ന ഒരു ജീവിതത്തിനിടയിൽ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ലാതെ വേദപുസ്തക പാരായണത്തിലോ കുടുംബ പ്രാർത്ഥനകളിലോ അല്ലെ അതുപോലുള്ള കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലോ ഇടപെടാനുള്ള സമയമൊന്നും ഞാൻ കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് ഒരു മിതമായ ശീലം, വിനയ സ്വഭാവം, അതുപോലെ ദൈവത്തിലുള്ള വലിയ ആശ്രയം, ഒരു പ്രത്യേക പ്രാർത്ഥന ശൈലി, ഇതൊക്കെ കൂടെ ആയിരുന്നു എനിക്കുള്ള ബലം, എനിക്ക് ഈ ശക്തി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെ വളരെ ഉയർന്നു പോകായിരുന്നു. സാമ്പത്തികമായിട്ടും പ്രശസ്തിയായിട്ടും എല്ലാം ഇങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് നനച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ ഒരു കൊടുങ്കാറ്റുകൾ വരുന്ന ഒരവസ്ഥ ഞങ്ങൾ നേരിട്ടു. അങ്ങനെ കൈകൾ കുഴഞ്ഞു, മനസ്സ് വലഞ്ഞു, ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വേനൽക്കാലം ഉണ്ടായാലും ഒരു മഴക്കാലം വരുമെന്നുള്ളത് ഓർക്കണം. കാലാവസ്ഥകൾക്ക് വ്യതിയാനമുണ്ട്. അതുപോലെ ഒരു പർവ്വതത്തിൻ്റെ അനുഭവം വരുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു
താഴ്വരയുടെ അനുഭവമുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം ഈ താഴ്വരയുടെ അനുഭവത്തിലും പർവ്വതത്തിൻ്റെ അവസ്ഥയിലും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും ഒക്കെയും നമുക്ക് തുണയായി നിൽക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് വേനൽക്കാലം വരും, അതിനോട് അടങ്ങുന്ന ശീതോഷ്ണം വരും. അത് ചില രാജ്യങ്ങളിലൊക്കെ 4 കാലാവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്തൊക്കെ സാധാരണ വേനൽക്കാലവും മഴക്കാലവും ഉള്ളതെന്ന് വിചാരിക്കാം. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 4 കാലാവസ്ഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതുപോലെ 2 സമയങ്ങളുണ്ട് അവിടെ. ഇവിടെ രാവിലെ നേരം വെളുക്കുമ്പം അവർക്ക് രാത്രിയിൽ അവർക്ക് സപ്പറിൻ്റെ നേരമായി. ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഓരോരോ അതിശയങ്ങളാണ്. അതായത് കോടാനുകോടി നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനെയും ഒക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തി ആകാശവിധാനത്തിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു കഴിവ്, ഒരു ദൈവത്തിൻ്റെ ശക്തി അപാരമാണ്. എൻ്റെ ഇനിയുള്ള അനുഭവമുള്ളത് 2 പ്രത്യേക അനുഭവങ്ങളാണ്. അത് വളരെയധികം പേർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമല്ല. അതായത് ഏകദേശം 1998 ഞാൻ എൻ്റെ മക്കൾ എൻ്റെ ഒരു അമേരിക്കയിലാണെന്ന് പറഞ്ഞു. എൻ്റെ മകന് 2ാമത്തെ വർഷം അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 1998 എൻ്റെ മോൾക്ക് അവിടെ ഒരു കാലിഫോർണിയയിൽ ഒരു ജോലി കിട്ടി. അവൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ മകനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഓസ്റ്റിൻ, ടെക്സാസ്, US പോയി. ഒരു അവിചാരിതമായിട്ടൊരു ഡോക്ടറെ പരിചയപ്പെട്ടു, ഒരു യൂറോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ യൂറിനും എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിനകത്ത് PSA എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനകത്താണ് കാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അത് പോസിറ്റീവാണ്. അതിൻ്റെ റിപ്പോർട്ട് PSA സാധാരണ 0.2 നിൽക്കേണ്ടത് എൻ്റെ ഏകദേശം 10 ഗ്ലീസൻ സ്കോർ എന്ന് പറയും, അതിലായി. അപ്പോൾ ഞാൻ ബയോപ്സി എടുക്കാൻ പറഞ്ഞു, എടുത്തു. അവിടെ അപ്പോൾ എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുള്ളത് സ്ഥിരീകരിച്ചു. എന്നാൽ അത് അവയവത്തിനുള്ളിൽ തന്നെയാണ്, പുറത്തോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേങ്കിൽ ഒരു 6 മാസമോ എല്ലാം വെയിറ്റ് ചെയ്ത് അതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ ഇത് എല്ലാ അവയവങ്ങളിലേക്കും വ്യാപിക്കാവുന്ന ഒരു ക്യാൻസറാണ് പുരുഷന്മാരിൽ. അതുപോലെ സ്ത്രീകളിൽ സ്തന ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ, ഇതൊക്കെയാണ് സ്ത്രീകൾക്കുള്ള വളരെ അപകടകാരികളായിട്ടുള്ള ക്യാൻസറുകൾ. ഈ ക്യാൻസർ പ്രോസ്റ്റേറ്റിന് കെമോതെറപ്പി സാധാരണ ചെയ്യാറില്ല. കൂടുതലും ഓപ്പറേഷൻ ചെയ്ത് ഇതിനെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ റേഡിയേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഹോർമോണൽ തെറപ്പി കൊടുക്കുക. എന്നെ സംബന്ധിച്ച് ആ ഡോക്ടർ അന്ന് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ $35,000 കൊടുക്കണം. ഏകദേശം 3 ലക്ഷം 4 ലക്ഷം രൂപ അന്നത്തെ റേറ്റ് അനുസരിച്ച്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വിസിറ്ററായിട്ട് പോയ ഒരാളിന് ഇത്രയും പൈസ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എൻ്റെ മക്കളുമായിട്ട് ആലോചിച്ച്, വൈഫുമായിട്ട് ആലോചിച്ച് ഞാൻ അവിടുന്ന് പ്ലെയിൻ കയറി. പല പ്ലെയിനുകൾ കയറി ന്യൂയോർക്ക്, ലണ്ടൻ വഴി ഞാൻ ബോംബെയിലെത്തി. ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു ആംബുലൻസ് പിടിച്ച് എനിക്ക് ആൾക്കാർ പറഞ്ഞ ഒരു ആശുപത്രിയിൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞാൻ പോയി അഡ്മിറ്റായി. ഒരു യൂറോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. കുറേ പൈസ ഞാൻ കെനിയയിൽ നിന്ന് അതിനകം കുറച്ച് വരുത്തി. എൻ്റെ ഒരു കൂട്ടുകാരന് ആ സമയത്ത് എൻ്റെ ഒരു മകൻ ഫോട്ടോഗ്രാഫി നടത്തുന്ന, വീഡിയോഗ്രാഫി നടത്തുന്ന ഒരു പയ്യൻ ബോംബെയിലുണ്ടായിരുന്നു. അവനെ ഞാൻ വിളിച്ചു വരുത്തി. അവന് വിവരങ്ങൾ പറഞ്ഞു. അവനന്ന് 31 വയസ്സ്, വിനോദ്. അവൻ വന്നു. ഞാൻ അവൻ്റെ കയ്യിലൊരു 2 കത്തുകൾ കൊടുത്തു. ഒന്ന് എൻ്റെ ഭാര്യയ്ക്കും ഒന്ന് എൻ്റെ മകൾക്കും. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഓപ്പറേഷൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പാവപ്പെട്ടവർ പറ്റിയാൽ ഇത് നീ അമ്മാമ്മയുടെ കയ്യിലും എൻ്റെ മകളുടെ കയ്യിലും കൊടുക്കണം. അതിനൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത്തെ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി ഏകനായിട്ട്. ആരും എൻ്റെ കൂടെ ഇല്ല. ഈ വിനോദ് വന്ന് ശസ്ത്രക്രിയ നടത്തുന്നതിൻ്റെ തിയേറ്ററിൻ്റെ വെളി വന്നവന് ഈ 7 മണിക്കൂർ അവനവിടെ വെയിറ്റ് ചെയ്തു. 3 കുപ്പി രക്തം എനിക്ക് ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നു. ആ 7 മണിക്കൂറിലും ദൈവമായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിലാണ് ഞാൻ കഴിഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത്രയും പൈസ സാമ്പത്തികമായിട്ട് ഉള്ള ഞാൻ, ഇത്രയും പ്രശസ്തിയുള്ള ഞാൻ ഇങ്ങനൊരു ആയിട്ട് പോകുന്നു. പക്ഷേ ഇനി എനിക്ക് തിരിച്ചു വരെ ഉണ്ടാവുമോ എന്നുള്ളൊരു, ഞാൻ എൻ്റെ മനസ്സ് തളർന്നു. പക്ഷെ ഞാൻ മരണത്തിന് ഞാൻ മരിക്കാൻ എനിക്ക് വലിയ ഭയമില്ലായിരുന്നു. എന്നാലും വാസ്തവം പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് എൻ്റെ മകൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ ഭാര്യ അവിടെ ആഫ്രിക്കയിലെ കെനിയയിൽ താമസിക്കുകയാണ്. അവർക്കൊരു നല്ല വീട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില ലൗകികമായ ചില വിഷമങ്ങളുള്ളതൊഴിച്ച്, അതേപോലെ
ഞാൻ അഥവാ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ച് അവൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തി അല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ വിഷമം. അതുകൊണ്ട് ഞാൻ ആ നിമിഷത്തിൽ ഇങ്ങനെയുള്ള സമ്പത്തും ഇങ്ങനെയുള്ള പ്രസിദ്ധിയൊന്നും ഛേദമെന്ന് ഞാൻ എണ്ണി. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് എല്ലാം ലാഭകരമെന്ന് എണ്ണി, മറ്റതെല്ലാം എൻ്റെ ജീവിതം ഛേദമെന്ന് ഞാൻ എണ്ണി. ആ തിയേറ്ററിൽ വെച്ച് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. ദൈവമേ, എനിക്കൊരു ആയുസ് തിരിച്ചു തന്നാൽ ഞാൻ എന്നിൽ പൂർണ്ണമായിട്ട് ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ചില ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. അവിടെ ഞാൻ 13 ദിവസം ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ഏകനായി കഴിഞ്ഞു. ഈ പാവം പിടിച്ച വിനോദും ഇവരുടെ ഭാര്യയും 2-3 ദിവസം കഴിഞ്ഞിട്ട് കഞ്ഞിയും ഒക്കെ ആയിട്ട് വന്ന് എന്നെ ശുശ്രൂഷിച്ചു. 26 കുത്തിക്കെട്ടുകൾ സ്റ്റിച്ചസ് എനിക്കുണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ. അത് 13 എണ്ണം അവിടെ ഡോക്ടർമാരെടുത്ത് 13ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി. ഒരു ആംബുലൻസിൽ ബോംബെ എയർപോർട്ടിൽ ചെന്ന് അവിടുന്ന് ഒരു പ്ലെയിന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ പ്ലെയിനിൽ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ഒരു ആംബുലൻസ് വിളിച്ച് ട്രിവാൻഡ്രത്ത് പട്ടത്തുള്ള SUT ഹോസ്പിറ്റലിൽ വന്നു. ആ സമയത്തേക്ക് എൻ്റെ ഭാര്യ കിനിയയിൽ നിന്നും എൻ്റെ അമ്മച്ചി റാന്നിയിൽ നിന്നും വന്നു. പിന്നെ അവിടെ പിന്നെ ഒരാഴ്ച 10 ദിവസത്തെ ശുശ്രൂഷകൾ നടന്ന് ഞാൻ പിന്നെയും റിക്കവർ ചെയ്തു. എന്നാൽ ആ ഒരു സിറ്റുവേഷനിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാ വിധത്തിലും ഞാൻ എൻ്റെ ആശകൾ നശിച്ച് വിപുലമായ ഒരു സമയത്ത് തന്നെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയിലും കരുണയുള്ള ദൈവം എന്നെ താങ്ങി. നാം ദൈവത്തിൻ്റെ പിടിയിലാണ്. ഈ പിടിയിലല്ലെങ്കിൽ നാം നമ്മുടെ പിടിയിലാണ്. ഈ ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ കേരളത്തിലെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. ആരോഗ്യം വീണ്ടെടുക്കാനും പരിപൂർണ സൗഖ്യം വീണ്ടെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ 8ാമത്തെ തവണ 7 തവണ ഞാൻ ഈ മരണക്കണിയിൽ നിന്ന് ഇട്ട് രക്ഷപ്പെട്ട അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇതൊക്കെയും സാത്താൻ്റെ ചില പരീക്ഷണങ്ങളാണെന്നുള്ളതൊക്കെയാണ് ഞാൻ പിന്നീട് വേദപുസ്തകം വായിച്ചപ്പോൾ, വേദപുസ്തകം സംഗ്രഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സാത്താൻ നമ്മുടെ മേൽ നടത്തുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ പൈശാചിക ശക്തികളിലാണ് നമുക്കിതെല്ലാം സംഭവിച്ചത്. പക്ഷേ അവനെയെല്ലാം ഞാൻ വെല്ലുവിളിച്ച് നേരിട്ട് ഒരു വിജയഗാഥ തന്നെ ഞാൻ നടത്തി ആ ഒരു അനുഭവത്തിൽ കൂടി. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് ഇവിടുന്ന് പോകാനായിട്ട് ചിലത് നമ്മൾ അനുവദിക്കത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അത് തീരാതെ ദൈവം നമ്മളെ വിടത്തില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് ഒരു 2012 വരെ ഞാൻ രക്ഷപ്പെട്ടു നിന്നു. 2012 ആയപ്പോഴത്തേന് ഈ കാൻസർ തന്നെ പിന്നെ എൻ്റെ ദേഹത്ത് തലപൊക്കെ വന്നു. ഈ ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്ത് ഈ മരത്തിൽ ഈ ഇത്തൽ കയറി വരുന്ന പോലെ ഒരു ചെറിയ ഒരു സാധനം കയറി വന്നു. ഞങ്ങൾ അത്ഭുത സാന്തരായി, ഭയചകിതരായി. എൻ്റെ മക്കളെ അറിയിച്ചു. വൈഫും ഞാനും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഭാരപ്പെട്ടു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്നുള്ളൊരവസ്ഥ വന്നെന്ന് ഞങ്ങൾ കരുതി. ഇനി ഞാൻ പോകുന്നത് 8ാമത്തെ മരണത്തിലോട്ടാണ് എന്നുള്ള ഒരു കാര്യം. ഇത്രയും നാളും ദൈവം കരുതിയത് അതിൽ നമ്മളെ പിന്നെയും നമുക്ക് ഈ പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ മെരുക്കിയെടുക്കാനും നമ്മുടെ ആത്മീയ ജീവിതം നന്നാക്കാനും ഒക്കെ എന്നുള്ളത് ഞാൻ പിന്നീടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോഴത്തെ എൻ്റെ വ്യഗ്രതയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ യൂറോളജിസ്റ്റിനെ ഞാൻ പോയി അമൃതായി കണ്ടു. പുള്ളിക്കാരൻ എനിക്ക് തന്ന ഉപദേശം, സണ്ണി അതിന് എമ്മോതെറപ്പി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹോർമോൺ തെറപ്പി തുടങ്ങാം. അങ്ങനെ ഒരു കുപ്പി മരുന്നിന് 15,000 രൂപ വെച്ച് ഞാൻ ഏകദേശം 30 ഇഞ്ചക്ഷൻസ് എടുത്തു. അപ്പോഴെൻ്റെ PSA ലെവല് ഏകദേശം 7-8 അത് ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് 10 കിടന്നത് 0 ആയിട്ട് മാറി. കുറേ നാളിങ്ങനെ ഒന്നും ഇല്ല. എന്നിട്ട് 12 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇവന് PSA ലെവൽ, അതാണ് ഞാൻ PSA ലെവലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. 40 വയസ്സ് കഴിഞ്ഞാൽ ഏത് പുരുഷനും PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുത്താൽ അവർക്ക് ജീവിതത്തിന് ഒരു വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാനും സാധിക്കും. അതാണ് ഞാൻ പിന്നെയും നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഉള്ള ഒരു നിർദ്ദേശം തരുന്ന അതാണ്. ഏത് പുരുഷനും 40 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുത്തിരിക്കണം. പിന്നെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിരിക്കണം. ഇത് കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ പാരമ്പര്യം അല്ലാതെയും വരാവുന്നതാണ്. പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു. പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ പ്രോസ്റ്റേറ്റ് ഉള്ളത്.
സ്ത്രീകൾക്കുള്ളത് അണ്ടാശയം അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയുള്ള ക്യാൻസറാണ് അവർക്ക് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോർമോൺ തെറപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്നെ ഉപദേശിച്ചു ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ടേക്ക് സം റേഡിയേഷൻ ഓൾസോ. അതായത് ഈ ഹോർമോൺ തെറപ്പിയുടെ ഒപ്പം തന്നെ കുറച്ച് റേഡിയേഷൻ കൂടെ എടുത്താൽ പിന്നെ ഇവൻ തിരിച്ചു വരാനുള്ള യാതൊരു ചാൻസ് വെച്ചാൽ നമ്മൾ അതിനെ കരിച്ചു കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷൻ വഴി നമ്മൾ കരിച്ചു കഴിയുന്ന പ്രക്രിയയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആധുനിക ചികിത്സാ രീതികൾ നോക്കുമ്പോൾ നമ്മളെ ആ പ്രത്യേക ഭാഗത്തുള്ള അതിനെ സ്പോട്ട് ചെയ്ത് അവിടെ ആ ഭാഗം കരിച്ചു കളയുക, അങ്ങനെയുള്ളതാണ് റേഡിയേഷൻ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ കോട്ടയത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഞാൻ ബസ് കയറി എറണാകുളത്ത് വൈറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അമൃത ഹോസ്പിറ്റലിൽ റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി 36 ദിവസം ഞാൻ റേഡിയേഷൻ എടുത്തു. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനായിട്ട്. എൻ്റെ കൂടെ ഒരാൾ വന്നില്ല. എൻ്റെ വൈഫ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. പുള്ളിക്കാരുടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. ഇവിടുന്ന് നേരെ നടന്ന് ഈ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി അവിടുന്ന് ബസ് കയറിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ രോഗത്തോട് വെല്ലുവിളിക്കാനും സാത്താനയോട് വെല്ലുവിളിക്കാനും ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ളൊരു ഒരു കഠിനമായ പ്രയത്നമാണ് ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെ ഒരു ഇത്രയും റേഡിയേഷനും കഴിഞ്ഞ് അമൃതയിലുള്ള എല്ലാ ഡോക്ടർമാരും വളരെയധികം പ്രഗത്ഭരാണ്. ഇനി ആർക്കെങ്കിലും ഒരു കാൻസറിൻ്റെ പ്രശ്നങ്ങളുണ്ടായാൽ ഒന്നുകിൽ കാരിത്താസ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഗംഗാധരനെ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നസെൻറ്റിനെ ട്രീറ്റ് ചെയ്തൊക്കെ ഗംഗാധരൻ സാറാണ്, വളരെ നല്ല ഡോക്ടർ. പിന്നെ പോകാനുള്ളത് RCC ട്രിവാൻഡ്രം. RCC ട്രിവാൻഡ്രത്താണെങ്കിൽ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ചികിത്സയ്ക്ക് വളരെ അയവ് കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് ഈ അവസാനത്തെ ഈ റേഡിയേഷനും എക്സ്റേയും MRI എല്ലാം ചെയ്തതിന് ലക്ഷങ്ങൾ രൂപ മുടക്കേണ്ടതായിട്ട് വന്നു. ദൈവകൃപയാൽ എനിക്ക് ഇൻഷുറൻസ് കവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ഒരു മജോറിറ്റി എനിക്ക് തിരിച്ച് കിട്ടി. അങ്ങനെ പൈസയുടെ കാര്യമല്ല, പക്ഷെങ്കിൽ ദൈവം അതിനുള്ള ഒരുക്കങ്ങളും വേണ്ട ഏർപ്പാടുകളും ദൈവം ചെയ്തു തന്നു എന്നുള്ള ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇപ്പോൾ ഈ PSC എല്ലാം നോർമലായി, എല്ലാ കാര്യങ്ങളും നോർമലായി എന്നുള്ളത് ബോംബെയിലും ഡൽഹിയിലും ഉള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഡോക്ടേഴ്സും ഒക്കെ സർട്ടിഫൈ ചെയ്തു. ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ കഴിയുന്ന ഒരവസ്ഥയാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ സാക്ഷ്യമായിട്ട് പറയുന്നത്. ദൈവിക നിയോഗവും ആലോചനകളും വേദപുസ്തക പാരായണവും പ്രത്യേക പ്രാർത്ഥനാ ശൈലിയും ഞാൻ ഈ സമയത്തും കൈവിട്ടില്ല. എല്ലാ വേദനകളെയും അസ്വസ്ഥതകളെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാവിയെയും സർവശക്തനായ ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്ത് പൂർണ്ണ സമർപ്പണം നടത്തി. സാഹചര്യങ്ങൾക്ക് അടിമപ്പെടാതെ തിന്മകളെ മാറ്റി നിർത്തി വിശ്വാസത്തിൽ കൂടി മുന്നേറുവാൻ കാരുണ്യവാനായ ദൈവം എനിക്ക് തുണ നൽകി. അധികം പേർക്ക് കിട്ടാവുന്ന ഒരു കൃപയല്ല ഇത്. ഒരാൾക്ക് 1 തവണ 2 തവണ 3 തവണ ഉണ്ട്, പക്ഷേ 8 തവണ ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ അതിശയകരമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അപാരമാണ്, അത്ഭുതകരമായാണ്. അങ്ങനെ ഞാനിപ്പോൾ പൂച്ച ജീവിക്കുന്ന പോലെ 9ാമത്തെ തവണയാണ് ഞാനിപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. 17 വർഷം ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നു. അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ 17 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും സ്ഥിതി എന്താവും അറിയാം. എൻ്റെ വൈഫ് എൻ്റെ പത്നി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, പപ്പ ഒരിക്കലും മരിച്ചു പോകത്തില്ല, പപ്പ കഴിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ജീവിതവുമില്ല, പപ്പ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് പോകാൻ സാധ്യമല്ല. അതുപോലെ ഞാൻ കെനിയയിലെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ റൌഫ് മോയുമായിട്ടുള്ള സംഭാഷണത്തിൽ വളരെ ദൈവഭക്തനായ മനുഷ്യനാണ്. പള്ളിയിലൊക്കെ എന്നും എല്ലാ ആഴ്ചയും പോകുന്ന ആളാണ്. ഞാനും ഭാര്യയും കൂടെ പുള്ളിയുടെ പാലസിൽ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞ് പുള്ളിയെ പ്രാർത്ഥിച്ചു. ഡോക്ടർ വളരെ നല്ല രീതിയിൽ ഇവിടെ സേവനം ചെയ്തൊരു വ്യക്തിയാണ്. 47 വർഷം പറഞ്ഞാൽ എൻ്റെ ആയുസിൻ്റെ ഏറെ പങ്കും ഇവിടെ താമസിച്ച് രോഗികൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളും പ്രാർത്ഥനകളും എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു. അത് അനേകം ദൈവമക്കളുടെയും കൂട്ടുകാരുടെയും ചർച്ചക്കാരുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. അതൊരു വലിയ അനുഭവമാണല്ലോ. ചില സന്ദർഭങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ
നീ നിന്റെ പഴയ ജീവിത രീതികൾ മാറ്റി ഒരു പുതിയ രൂപാന്തരത്തിലോട്ട് വരാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നുള്ളൊരു മെസ്സേജ് എനിക്ക് 1-2 തവണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനതെല്ലാം തട്ടിക്കളയായിരുന്നു ചെയ്തത്. എൻ്റെ അനുഭവത്തിൽ കൂടി ഇനിയും ഒരു രക്ഷയും ഇല്ല, ഒരു ഭാവിയുമില്ല, എൻ്റെ പാത്രം ഉടഞ്ഞു പോയി, നശിച്ചു പോയി, തകർന്നു പോയി എന്ന അനുഭവങ്ങളിലും വ്യതകളും കൂടി ഞാൻ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിച്ചു കൂട്ടിയ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കർത്തവ്യ മൂഢരായി എൻ്റെ പ്രിയപ്പെട്ട പത്നിയും കുഞ്ഞുങ്ങളും നിറകണ്ണോടുകൂടി പകച്ചു നിന്ന അവസ്ഥകൾ എനിക്ക് വിട തന്ന നിമിഷങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നാൽ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും യഥാസ്ഥാനപ്പെടുത്തിയ ദൈവകൃപ എന്ത് അപാരമാണ്, എന്ത് അത്ഭുതമാണ്. ആരെങ്കിലും ഈ സമയത്ത് എൻ്റെ ഈ എളിയ വാക്കുകൾ കേട്ട് ശ്രദ്ധിക്കുന്നു എങ്കിൽ എൻ്റെ കഷ്ടതകൾ കർത്താവ് നമ്മളെ വളർത്തിയെടുക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി അപാരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, മോൾഡ് ചെയ്യുവാൻ കഴിവുള്ളവൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. വിശുദ്ധ വേദവസ്തുത്തിൽ തോൽവികളും വിജയങ്ങളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിത തോൽവിയിൽ നിന്നും, ഏത് പരാജയങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് സൗഖ്യം കിട്ടും എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ ഈ മെസ്സേജ് വഴി, ഈ സന്ദേശം വഴി നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ടു. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പലർക്കും പറയാൻ കാണും. എന്നാൽ പലരും ഇങ്ങോട്ട് മുൻപോട്ട് വരാതെ അവരുടെ എല്ലാം പിടിച്ചു വെച്ച് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു അമ്മച്ചിയോ അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ്റെയോ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന വികാരങ്ങൾ ബോംബ് പോലെയുള്ള അനുഭവങ്ങൾ, അണുപ്രസരങ്ങൾ പോലെയാണ് അവരുടെ വികാരങ്ങൾ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. എത്രയോ അമ്മച്ചിമാർ കഷ്ടതയിൽ കൂടി പ്രയാസം കൂടി കഴിയുന്നു. അവരെയൊക്കെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? സമൂഹത്തിലും സമുദായത്തിലും ഇടവകളിലും സഭകളിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ നാം ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ആ രീതിയിലാണ് എൻ്റെ പ്രവർത്തന രീതി. ഞാനും കുടുംബവും അതിന് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും തന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദി.